ഹലോ മക്കളെ, വെൽക്കം ടു എജുപോഡ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണം എക്സാം ഒക്കെ സ്കൂളിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചില സ്കൂളുകളിലൊക്കെ കെമിസ്ട്രിയുടെ എക്സാം ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില സ്കൂളുകളിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കെമിസ്ട്രിയുടെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സർ, ഞങ്ങൾക്ക് എക്സാമാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പഠിക്കേണ്ടത്? കാര്യം എന്താ പറയുക, 3 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ, ചില സ്കൂളിൽ 2 ചാപ്റ്ററേ എക്സാമിനുള്ളൂ. എന്തായാലും 2 or 3 ചാപ്റ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് A+ എന്തായാലും വാങ്ങണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോഴാണ് കോമൺ ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അയക്കുന്ന ആളുകൾക്ക്, ഈ മെസ്സേജ് അയക്കുന്ന ആളുകൾക്കൊക്കെ ഒരു എന്താ പറയുക ഹെൽപ്പായിരിക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സിമ്പിളാണ് കാര്യം. നിങ്ങൾ ഓണം എക്സാമിൽ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കോ A+ഓ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മിനിമം ഒരു 56 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഈ ടോപ്പിക്കുകൾ, ഈ ക്വസ്റ്റ്യൻസ് നല്ല നീറ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. കമ്മിങ് ഡേയ്സിൽ ലൈവുകൾ വരുന്നുണ്ട്. എന്നാലും ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇതിലൂടെ അങ്ങ് പറഞ്ഞു തരാം. അതൊന്നും മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. പലതും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓണം എക്സാമിൽ കെമിസ്ട്രിയിൽ നമുക്ക് A+ ഉറപ്പിക്കാൻ കഴിയും. റെഡിയല്ലേ മക്കളെ? തുടങ്ങാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാ. ഇവിടുന്ന് എപ്പോഴും 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, എന്താ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് ചോദിക്കില്ല. ഒരു വാല്യൂ നമ്മുടെ മുന്നിലേക്ക് തരും, അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് എഴുതാൻ പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂളുകൾ മനസ്സിലുണ്ടെങ്കിലാണ് അത് നമുക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ മക്കൾ നല്ല നീറ്റായിട്ട് അത് പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ആ റൂളുകൾ മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് വെച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര ഉണ്ട് എന്ന് എഴുതാൻ മക്കൾ പഠിക്കണം. രണ്ടാമത്തത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. സർ, 5 ലോ ഇല്ലേ അവിടെ? ഉണ്ട്, ശരിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഉണ്ട്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഉണ്ട്, ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം ഉണ്ട്, അവോഗാഡ്രോസ് ലോ ഉണ്ട്. ഈ 5 മക്കൾ പഠിക്കേണ്ടതാണ്. ഈ 5 ലോയിലും ഈ ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് മക്കളെ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. പിന്നെന്താ, ഈ ലോ മക്കൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണം, എഴുതാൻ കഴിയണം. ഒരു എക്സാമ്പിളും കൂടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലേറ്റവും വലിയ ലോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയും. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. പിന്നെ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയത്തിന് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടാണ് അവോഗാഡ്രോസ് ലോൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് അതിൻ്റെ ഓർഡർ. എനിവേ 5 പഠിക്കാൻ ശ്രമിക്കുക. സയൻറ്റിസ്റ്റിൻ്റെ പേര്, ഡെഫിനിഷൻ, എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ സേഫ് ആയല്ലോ. ഏത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. മറന്നു കളയണ്ട, അത് പഠിക്കാതെ എക്സാമിന് പോകരുത് നമ്മൾ. പിന്നെ എന്താടാ, മോൾ കോൺസെപ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോൾ കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളത് പഠിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല. മക്കളത് നീറ്റായിട്ട്, മക്കളത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാണുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാ കാണുക, നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാ കാണുക, 4 ആളുകളെ തന്നാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂളുകൾ ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് അവിടുന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരും. അത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മോൾ കോൺസെപ്റ്റ്. പിന്നെ മക്കളെ നോക്കൂ, എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എന്താണ് എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എംപിരിക്കൽ ഫോർമുല കാണാനുള്ള ആ ടേബിൾ ഉണ്ടല്ലോ, ആ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കണം. ഇവിടുന്ന് പ്രോബ്ലംസ് വരും. പ്രോബ്ലം ചെയ്ത് തന്നെ ടേബിളൊക്കെ വരച്ച്, ടേബിളൊക്കെ ഫില്ല് ചെയ്ത്, കാൽക്കുലേറ്റർ എടുത്ത് ടൈപ്പ് ചെയ്ത് ആൻസർ കണ്ടെത്തി നന്നായി പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. മക്കളെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ, നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഒരു സംശയവും ഇല്ല, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് A+ അല്ല, ഫുൾ മാർക്ക് തന്നെ കിട്ടും.
ലൈവും ക്ലാസ്സുകളൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്യുക, പറയുന്നത് നീറ്റായി പഠിക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക. എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. നോക്കൂ മക്കളെ, ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് മാത്രമല്ല, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷന്റെ ഭാഗത്തുനിന്ന് നമ്പർ ഓഫ് മോൾസുമായി ബന്ധപ്പെട്ട്, മാസുമായി ബന്ധപ്പെട്ട്, വോളിയവുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിക്കും. ഇന്ന് പ്രോബ്ലംസാ ചോദിക്കുക. പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ് മക്കളെ. പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നോക്കടാ നിങ്ങൾ, മൊളാരിറ്റിയും മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും എന്താണ് ഡെഫിനിഷൻ അറിയണം, ഇക്വേഷൻ അറിയണം, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിക്കുക. മക്കളെ എഴുതിയെടുക്കണം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, പഠിച്ച ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ടിക്ക് ചെയ്തോ, സെറ്റ് ആവാത്ത ടോപ്പിക്ക് നോട്ടിലേക്ക് മാറ്റി എഴുതുക. അത് ഇന്ന് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് എക്സാമിൻ്റെ മുന്നേ ഈ അറിയാത്ത ടോപ്പിക്കുകളൊക്കെ പഠിച്ച് തീർക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാവണം. എപ്പോഴാ പഠിക്കുക എന്നുള്ള സമയവും എഴുതിയെടുക്കുക. അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സംശയവും ഇല്ല, നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, ഓർമ്മയിൽ നിൽക്കും. SSLC കഴിഞ്ഞ് +1 എത്തി, 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞല്ലോ, ഏകദേശം നമ്മൾ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണടാ. കുറച്ച് എക്സാം നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വലിയ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? കുറച്ച് ദിവസങ്ങൾ, ഓണം വെക്കേഷൻ അല്ലേ വരുന്നത്, എൻജോയ് ചെയ്ത് നടക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എക്സാമിൻ്റെ ഈ കുറച്ച് ദിവസം ഒന്ന് സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. മക്കളെ പഠിക്കണേ, നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് സ്ട്രക്ചർ ഓഫ് ആറ്റം, വലിയൊരു ചാപ്റ്ററാ. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ആദ്യം തന്നെ കാഥോഡ് റേയുടെയും കാനൽ റേ എന്ന് പറഞ്ഞാൽ ആനോഡ് റേ, രണ്ടുപേരുടെയും ഒരു 2 പ്രോപ്പർട്ടീസ് മക്കൾ പഠിച്ചു വെക്കണം. പിന്നെ എന്താ, റുദർഫോർഡ് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒബ്സർവേഷൻ അറിയണം, അതിൻ്റെ കൺക്ലൂഷൻ അറിയണം. ആ കൺക്ലൂഷൻ ബേസ് ചെയ്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഉണ്ട്. അതിൻ്റെ പോസ്റ്റുലേറ്റ് അറിഞ്ഞാൽ പോരാ, അതിൻ്റെ ഡ്രോബാക്ക് അഥവാ ഡീമെറിറ്റും മക്കൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ മക്കളെ നോക്കൂ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് എന്നറിയണം. അതിൻ്റെ 4 ഫീച്ചേഴ്സ് പഠിച്ചിട്ടില്ലേ? 2 ഫീച്ചേഴ്സ് എങ്കിലും അറിയണം. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H × ന്യൂ മൈനസ് ന്യൂ സീറോ. മക്കളെ മറന്നു കളയണ്ട. ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം, ലൈമൺ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസ്, അതിൻ്റെ റീജിയൻ N1 N2 ടേബിൾ നല്ല നീറ്റായിട്ട് മക്കളെ പഠിച്ചു വെക്ക്. അതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണല്ലോ റെഡ്ബർഗ് ഇക്വേഷൻ, വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. മക്കളത് പഠിച്ചിരിക്കുന്ന ആളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RH × 1/n1² - 1/n2². RH എന്ന് പറഞ്ഞാൽ റെഡ്ബർഗ് കോൺസ്റ്റന്റ് 1,09,677 ആണ്. N1 ഷുഡ് ബി ലെസ് ദാൻ N2. മറക്കരുത് മക്കളെ. ബോർ നിസാരക്കാരനല്ല. ബോറിന്റെ 4 പോസ്റ്റുലേറ്റ് ഇമ്പോർട്ടൻ്റാ. 2 മെറിറ്റും 2 ഡീമെറിറ്റും മക്കൾ പഠിക്കണം. ഇത് 3ഉം, പോസ്റ്റുലേറ്റും മെറിറ്റും ഡീമെറിറ്റും 3ഉം ഒരു ക്വസ്റ്റ്യനിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്, അതുകൊണ്ട് അത് പഠിക്കാതെ പോകരുതേ. പിന്നെ മക്കളെ നോക്കൂ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ = h/p. h എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻⁻34 ജൂൾ/സെക്കൻഡ്. പി എന്താ? മൊമെന്റം, മാസിന്റെ വെലോസിറ്റി. പ്രോബ്ലമാണ് അവിടുന്ന് ചോദിക്കുക, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഹെയ്സൻബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ അറിഞ്ഞാൽ പോരാ, ഇക്വേഷൻ അറിഞ്ഞാൽ പോരാ, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. 3 ഇമ്പോർട്ടൻ്റാ. ഹെയ്സൻബർഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാ. മക്കളെ ക്വാണ്ടം നമ്പേഴ്സ് ചെറിയ ആളല്ല. 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടല്ലോ. പ്രിൻസിപ്പൽ ഉണ്ട്, അസിമുത്തൽ ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, സ്പിൻ ഉണ്ട്. ഓരോ ക്വാണ്ടം നമ്പേഴ്സും ഏതൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് നൽകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓർബിറ്റൽ റെപ്രസെന്റ് ചെയ്യാൻ നമുക്കറിയണം. ഓക്കെ,
ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ് ഓഫ് ഓർബിറ്റൽ എസ് സ്ഫെറിക്കൽ, പി ഡംബൽ, ഡി ഡബിൾ ഡംബൽ, എഫ് ട്രിപ്പിൾ ഡംബൽ വരക്കാൻ അറിയണം. എക്സാമിന് ഡിയും എഫും ചോദിക്കാറില്ല, എസും പിയുമാണ് ചോദിക്കാറുള്ളത്. അത് മക്കളെ നല്ല നീറ്റായി പഠിക്കുക എന്നുള്ളതാണ്. റെഡി? നോക്കൂ, അഫ്ബാ പ്രിൻസിപ്പിൾ, പാളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. ഒരാറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഈ 3 പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ ഈ 3 റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ. ആ 3 റൂള് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് മക്കളെ. ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആണെങ്കിലും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണെങ്കിലും അതിന് ഹൈ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതറിയണം. അതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷൻ. ഈ പറഞ്ഞതിൽ, ഈ ടോപ്പിക്കുകളിൽ, ഈ ക്വസ്റ്റ്യൻസിൽ പലതും മക്കൾക്ക് അറിയുന്നതായിരിക്കും, എനിക്ക് ഉറപ്പാ. പക്ഷെ ചിലതെങ്കിലും ഒന്ന് ഡൗട്ടുള്ള, കൺഫ്യൂഷനുള്ള ഏരിയ ഉണ്ടാവും. ചിലത് അറിയാത്ത, വളരെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് ഉണ്ടാവും. അത് ഇരുന്ന് പഠിക്കുക തന്നെ വേണം. ഓൾറെഡി നമ്മൾ എടുത്ത ലൈവുകൾ, നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി കാണാം. ഇനി എന്താ പറയുക, ഇന്നും നാളെയുമായിട്ട് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈവുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ വീണ്ടും വരുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എനിവേ, ഈ ടോപ്പിക്കുകൾ നീറ്റായി പഠിച്ചിരിക്കണം, അടിപൊളിയായി പഠിച്ചിരിക്കണം. ഫുൾ മാർക്കിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കണമെന്നാ മക്കളോട് പറയാനുള്ളത്. റെഡി? ഇനി തേർഡ് ചാപ്റ്റർ ഏതാ? സിമ്പിൾ ചാപ്റ്റർ ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അല്ലേ. ആദ്യം തന്നെ എന്താടാ പഠിക്കേണ്ടത്? ഒന്ന്, ഡോബ്രൈനറുടെ ട്രയാഡ്. എന്താ ഡോബ്രൈനറുടെ ട്രയാഡ്? എക്സാമ്പിൾ അറിയണം, ലോ ഓഫ് ട്രയാഡ് അറിയണം, ലിമിറ്റേഷൻ അറിയണം. ലാൻസിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് ഇല്ലേടാ, എക്സാമ്പിൾ അറിയണം, അതിന്റെ ലിമിറ്റേഷൻ അറിയണം. പിന്നെ റുദർഫോർഡിൻ്റെ പീരിയോഡിക് ലോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് ചില മെറിറ്റുകളും ഡിമെറിറ്റുകളും ഉണ്ട്, അറിഞ്ഞിരിക്കേണ്ടതാ. ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ടേബിളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എത്ര ഗ്രൂപ്പ്, എത്ര പീരീഡ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെയോ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. 4 ബ്ലോക്കുകളെ കുറിച്ചും ഓരോന്നിനും ഓരോ ബ്ലോക്കിനെ കുറിച്ചും ഒരു 4 പോയിന്റുകൾ പഠിക്കണം. അതിലൊരു പോയിന്റ് അവിടെ ജനറൽ കോൺഫിഗറേഷനുമാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ബ്ലോക്കിനെ കുറിച്ചും ചോദിച്ചാൽ ഓരോ ബ്ലോക്കിനെ കുറിച്ചും ഒരു 4 പോയിന്റ് വീതം എഴുതാൻ കഴിയണം. 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പഠിക്കാതെ പോവരുതേ മക്കളെ. പിന്നെ നോക്കൂ, അറ്റോമിക് നമ്പർ 100-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് പേര് കൊടുക്കാൻ IUPACയുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോടാ. ഏതാണ് ആ മെത്തേഡ്? നിൽ, അൺ, ബൈ, ട്രൈ, ക്വാഡ്, പെന്റ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ടേവ്, നണ്ണ്. എന്താണ് നണ്ണല്ല, എൻ. ഓർഗാനിക് നോമൻക്ലേച്ചറിലാണ് 9-ന് നണ്ണ് എന്ന് പറയാ. ഇവിടെ എന്താണ്? എൻ ആണ്. അപ്പം അത് മക്കൾ എന്ത് ചെയ്യേണ്ടതാണ്? പഠിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാലോ, അത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ. ആ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കാര്യം അത് നമ്മുടെ ഫുൾ മാർക്കിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് പഠിക്കണം. പിന്നെയോടാ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കണം. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എന്താൽപി, അതേപോലെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, അതേപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്താ മക്കളെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസിൽ? അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസിൽ എന്താണെന്ന് അറിയണം. ടോപ്പ് ടു ബോട്ടവും ലെഫ്റ്റ് ടു റൈറ്റും എന്താ സംഭവിക്കുക എന്നറിയണം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ചോദിക്കാറുണ്ട്. കാറ്റയോണിന്റെ സൈസ് കുറവും ആനയോണിന്റെ സൈസ് കൂടുതലുമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അയോണൈസേഷൻ എന്താൽപി എന്താണ്? അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടോപ്പ് ടു ബോട്ടും ലെഫ്റ്റ് ടു റൈറ്റും എന്താ സംഭവിക്കുക ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ബെർലിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപി ബോറോണിനേക്കാൾ കൂടുതലായത്? എന്തുകൊണ്ടാണ് നൈട്രജന്റെ അയോണൈസേഷൻ എന്താൽപി ഓക്സിജനേക്കാൾ കൂടുതലായത്? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാതെ പോവരുതേ മക്കളെ. എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി? അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എന്താ സംഭവിക്കുക ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ക്ലോറിനേക്കാൾ കുറവ് വന്നത്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് റൈറ്റും എന്താ സംഭവിക്കുക ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയില് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെന്ന് മറന്നു കളയരുത്. കാര്യം അത് എക്സാമിന് ചോദിക്കുന്നതാ. യെസ്,
പിന്നെ നോക്കടാ, അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും അറിയണം. എന്താണ് അതിൻ്റെ റീസൺ എന്താണ്? പിന്നെ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നാൽ ഏത് ബ്ലോക്കിലാണ് ഉള്ളത്, അയാൾ ഏത് ഗ്രൂപ്പിലാണുള്ളത്, അയാൾ ഏത് പീരീഡിലാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പറയാനും മക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ 2 എലമെൻറ്റുകൾ അലുമിനിയവും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഒരു ബൈനറി കോമ്പൗണ്ട് ഉണ്ടായി. അതിൻ്റെ ഫോർമുല എന്താ എന്ന് ചോദിക്കാറുണ്ട്. ആ ഫോർമുല എഴുതാൻ അറിയണം. അതേപോലെ തന്നെ ഒരു സോഡിയത്തിൻ്റെ ഓക്സൈഡ് തന്നു, ക്ലോറിൻ്റെ ഓക്സൈഡ് തന്നു, അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് തന്നു, കാർബണിൻ്റെ ഓക്സൈഡ് തന്നു. ഇതിൽ ആരാ അസിഡിക്, ആരാ ബേസിക്, ആരാ ന്യൂട്രൽ, ആരാ ആംഫോട്ടറിക് പറയാൻ അറിയണം. അതും കൂടെ അറിയുമ്പോഴാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏത് ചോദ്യം വന്നാലും സർ ഞാൻ ചെയ്യും, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് മക്കളെ നിങ്ങൾക്ക് പറയാൻ പറ്റുക. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ട് ചെയ്യുക, പഠിച്ചത് ടിക്ക് ചെയ്യുക, പഠിക്കാത്തത് എപ്പോൾ പഠിക്കുമെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ നോട്ട് ചെയ്ത ടൈം അനുസരിച്ച് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയും. A+ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഒരു സംശയമില്ല. ഇതൊന്നും വലിയ ഭീകരമായിട്ടുള്ള വലിയ സംഭവങ്ങളല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്താൽ നടക്കാത്ത ഒരു കാര്യവുമല്ല ഇത് സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കഴിയും, ഞാൻ കൂടെയുണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.